വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സാബി അലോൺസോയെക്കുറിച്ചും മൂപ്പരുടെ ലെവർകൂസനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ജേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇറ്റലീൻ്റെ ജേഴ്സിയാണ്, നല്ല സൂപ്പർ ജേഴ്സിയാണ്. ഇത് നമ്മളെ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഒരു ബ്രോ ആണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിന് ഒരു വെബ്സൈറ്റും പേജൊക്കെ ഉണ്ട് ജേഴ്സി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല സൂപ്പർ ക്വാളിറ്റി ജേഴ്സി മേടിക്കാൻ വേണ്ടി പറ്റും. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്, നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സിയാണ്. ഓക്കെ, അപ്പം അവരുടെ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ തരുന്നത്. നല്ല അടിപൊളി ജേഴ്സിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഒന്നുകൂടി ഞാൻ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് സാബി അലോൺസോൻ്റെ ടീം അവരുടെ അൺബീറ്റൻ സ്ട്രീക്ക് 47 മാച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് അവർ തോൽവി രുചിച്ചിട്ട് 47 മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു മത്സരം കൂടി അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബെൻഫിക്ക 1963 ഒരു ലോങ്ങസ്റ്റ് അൺബീറ്റൻ സ്ട്രീക്കിൻ്റെ റെക്കോർഡുണ്ട്, അതിൻ്റെ കൂടെ അവരെത്തും. ഓക്കെ, അപ്പം ഈ ഒരു അൺബീറ്റൻ ജേണിയിൽ ഓൾറെഡി ബയേൺ മ്യൂണിക്കിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ട് ബുണ്ടസ്ലീഗ നേടിക്കഴിഞ്ഞു. കൂടാതെ അവർ നിലവിൽ യൂറോപ്പ ലീഗിൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൾറെഡി റോമയെ അവർ പരാജയപ്പെടുന്നത് റോമൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. 2 ഗോളുകൾ അടിച്ചിട്ടാണ് പരാജയപ്പെടുന്നത്. അപ്പം ആ ഒരു മാച്ചിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ബോണിഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ച് മേ ബി ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടായിരിക്കും, പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ പാട്രിക് ഷിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 2 പേരെയും ഒറ്റയടിക്ക് പിടിച്ച് പുറത്തിരുത്തിയത്, അതും റോമനെ പോലെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെതിരെ. റോമ സൂപ്പർ ടീമാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ള വേറൊരു കാര്യം, കഴിഞ്ഞ സീസണിൽ നല്ല മൊമെൻറ്റത്തിൽ നമ്മുടെ ബയർ ലെവർകൂസൻ വരുന്ന സമയത്ത് അവരുടെ മൊമെൻറ്റം തകർക്കുന്നത് ആരാണ്? അവിടെ ഹൊസെ മൗറീഞ്ഞോൻ്റെ റോമയാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിലേക്കൊക്കെ വരുന്ന സമയത്ത് റോമ അവിടെ 1-0 ഒരു വിജയം കരസ്ഥമാക്കി. അപ്പോൾ അവിടെ ഒരു പീക്ക് ഹൊസെ മൗറീഞ്ഞോ ഫുട്ബോളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മൂപ്പർ അവിടെ നല്ല വൃത്തിക്ക് ഡിഫെൻഡ് ചെയ്തു. അപ്പം അതിന് മുന്നിൽ സാബി അലോൺസോയും ടീമും കംപ്ലീറ്റ്ലി മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെമി ഫൈനലിലേക്ക് വരുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം വിജയം ഭയങ്കര ആവശ്യമാണ്. ഒരു ചെറിയൊരു മധുര പ്രതികാരം വീട്ടുക, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ 2-0 വിജയം നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും റിസ്കി ആയിട്ടുള്ള, ഇത്രയും ശക്തരായിട്ടുള്ള ഒരു ഓപ്പോണൻസിനെതിരെ ഈ 2 പ്രധാനപ്പെട്ട സ്ട്രൈക്കർമാരെ പുറത്തിരുത്താൻ എടുത്ത തീരുമാനം അത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഡിസിഷനായിരുന്നു. അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. എന്താണ് മൂപ്പര് വിചാരിച്ചത് അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ 2 സ്ട്രൈക്കർമാരെ പുറത്തിരുത്തിയിട്ട് മൂപ്പര് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആദ്ലി ഉണ്ടല്ലോ, ആദ്ലിനെ പിടിച്ച് ഫോൾസ് 9 ആയിട്ട് കളിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് മൂപ്പര് അവിടെ കാര്യമായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അത് ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് ആസ് എ മാനേജർ എന്ന രീതിയിൽ ഇങ്ങനത്തെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ സാബി അലോൺസോക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇതിനൊരു അവസാനമില്ല, ഈ അൺബീറ്റൻ റണ്ണിന് ഒരു അവസാനമില്ലേ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ലൈപ്സിഗിനായിട്ടുള്ളൊരു മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയെങ്കിലും ഇവർ തോൽക്കുമെന്ന് വിചാരിച്ചു. 1-0 പിന്നിൽ നിന്നു. 98 മിനിറ്റ് പിന്നിട്ടു. റഫറി വിസിൽ വിളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സെക്കൻഡിൽ അവർ ഗോൾ തിരിച്ചടിച്ച് മത്സരത്തിൻ്റെ സമനിലയിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് നിലവിൽ എന്താ പറയുക, ബയർ ലെവർകൂസൻ എന്ന് പറയുന്നത്. ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി. 90 മിനിറ്റ് ആയിക്കോട്ടെ, 98 മിനിറ്റ് ആയിക്കോട്ടെ, ടീമിനെ തോൽക്കാൻ വിടില്ല. എങ്ങനെയെങ്കിലും ഗോൾ അടിച്ച് മത്സരത്തിന് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ തോൽവിയിൽ നിന്ന് കരകയറ്റുക. അപ്പോൾ അതിനനുസരിച്ച് ക്ലച്ചായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് അവരെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാത്തിനും അപ്പുറം ആ ഒരു മാനേജറുടെ കുപ്പായത്തിലിരുന്നിട്ട് സാബി അലോൺസോ മെനയുന്ന തന്ത്രങ്ങൾ അത് ഭയങ്കര ഡിഫറൻ്റാണ്. ഇപ്പോൾ ഈ ഒരു സീസണിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ടാക്ടിക്സ്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ, അതുപോലെ ഡിഫെൻഡ് ചെയ്യേണ്ടപ്പോൾ ഡിഫെൻഡ് ചെയ്യാനും അറിയാം, അൾട്രാ അറ്റാക്ക് കളിക്കേണ്ടപ്പോൾ അവർക്ക് അൾട്രാ അറ്റാക്ക് കളിക്കാനും അറിയാം. അങ്ങനെ എന്തിനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് ബയർ ലെവർകൂസൻ. അപ്പോൾ അദ്ദേഹം അടുത്ത സീസണിൽ ലിവർപൂളിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ബയർ ലെവർകൂസനിൽ നിൽക്കാൻ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ ഒരു മഹാസംഭവം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ബിൽഡ് ചെയ്ത സ്ഥിതിക്ക് അതൊന്ന് ലെവലാക്കി, എന്താ പറയുക, അവിടെ ഒരു എംപയർ പണിതിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ്
അദ്ദേഹം ഉള്ളത്. അത് ശരിക്കും സെൻസിബിളായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. അപ്പം ക്സാബി അലോൺസോ എന്ന പരിശീലകൻ തൻ്റെ ഒരു സ്ഥാനം വേൾഡ് ഫുട്ബോളിൽ ആസ് എ മാനേജർ എന്ന രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് പ്ലെയേഴ്സിന് നമ്മുടെ ക്സാബി അലോൺസോ പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ലിവർപൂളിൽ കളിച്ച പ്ലെയറാണ്, റയൽ മാഡ്രിഡിൽ കളിച്ച പ്ലെയറാണ്, ബയേണിൽ കളിച്ച പ്ലെയറാണ്. അപ്പോൾ ഈ ക്ലബ്സിൻ്റെ ഒക്കെ ഒരു ലിഗസി ഉണ്ട്, അവിടെയൊക്കെയുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം തൻ്റെ ഈ ഒരു മാനേജർ റോളിൽ നിൽക്കുമ്പോൾ തനിക്ക് അവിടുന്ന് കിട്ടിയ സംഗതികളാണ് നേരെ ഈ ഒരു പ്ലേയേഴ്സിന് കൈമാറുന്നത്. അത് അവരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്സാബി അലോൺസോ എന്ന കമ്മ്യൂണിക്കേറ്ററുടെ, ക്സാബി അലോൺസോ എന്ന ലീഡറുടെ, ക്സാബി അലോൺസോ എന്ന മാനേജറുടെ, ക്സാബി അലോൺസോ എന്ന ഒരു പെർഫെക്റ്റ് മാനേജറുടെ കാര്യങ്ങളൊക്കെയാണ്, അത് ഗുണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസാണ് ആ ടീമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർക്ക് ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം നടത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും നല്ല മാറ്റം കൊണ്ടുവരാറുണ്ട്. അതായത് ആളുടെ ഇൻ ഗെയിം എബിലിറ്റീസ് ഭയങ്കര മികച്ചതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു മാനേജർ എങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ സപ്പോസ് മൂപ്പരുടെ മനസ്സിലൊരു ടാക്ടിക്സ് ഉണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ച് അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്ന ഒരു സാധനമായിട്ടായിരിക്കും അപ്പുറത്തെ മാനേജർ വരുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിമിഷം പ്ലെയേഴ്സ് വതറി പോകാം, ഓപ്പോസിറ്റ് ടീം ഡോമിനേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇൻ ഗെയിമിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം. ആ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഓപ്പണൻസിനെ ബീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലെത്തണം. അപ്പോൾ ആ കണക്ക് കൂട്ടലിലാണ് ശരിക്കും എല്ലാതും ഇരിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും ക്സാബി അലോൺസോ വൃത്തിക്ക് ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് 90 മിനിറ്റ് വരെ പിന്നിട്ട് നിന്നു, 90 മിനിറ്റിന് ശേഷം 2 ഗോൾ അടിച്ച് അവർ ജയിക്കുന്നു. അപ്പം അത് കൃത്യമായിട്ട് ആ ഒരു സംഗതിയാണ് ആ ടീമിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ബയർ ലെവർകൂസന് ഇനി 2 മത്സരങ്ങളും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അൺബീറ്റൻ സ്ട്രീക്കിൻ്റെ റെക്കോർഡൊക്കെ നേടും അവർ. ബെൻഫിക്കയെ മറികടന്നുകൊണ്ട്, ബെൻഫിക്ക 1963 65 ഇട്ട റെക്കോർഡാണ്, അതിന് ബീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയും. അത് എന്താ പറയുക, ഒരു വലിയ ചരിത്രം തന്നെ ആയിരിക്കും. തൻ്റെ ഫുൾ ടൈം മാനേജർ റോള് ആദ്യമായിട്ടൊരു മനുഷ്യൻ വരുന്നു, ഇജാതി ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു. ഫുൾ ടൈം മാനേജർ റോൾ എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ പകുതി ആകുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. ഒരു ഫുൾ സീസൺ എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ ഇജാതി ഇമ്പാക്റ്റ് കൊണ്ടുവരാം. ഒരിക്കലും നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. അതും ബയർ ലെവർകൂസനെ പോലെ ഒരു ടീമിനെ വെച്ചിട്ട് അത്ര ആളുകൾ വില വെക്കാതിരുന്ന പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് മൂപ്പർ ഇജാതി ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു സീസണിൽ ഓൾറെഡി അവർ ബുണ്ടസ് ലീഗ് അടിച്ചു കഴിഞ്ഞു. യൂറോപ്പ ലീഗ് അവർ ഫൈനലിൽ എത്താനുള്ള സാധ്യത ഭയങ്കര സജീവമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് ഒക്കെ അടിക്കാൻ കെൽപ്പുള്ള ടീമാണ് റോമ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് ക്സാബി അലോൺസോയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെഗ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ അവർക്ക് ഇനിയും ഡൊമസ്റ്റിക് കപ്പിൽ ഇനിയും മാച്ചസ് കളിക്കാനുണ്ട്. സോ ഒരു ട്രബിൾ അടിക്കാനുള്ള ചാൻസ് ഇപ്പോഴും അവർ സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, ബയർ ലെവർകൂസൻ്റെ കൂടെ തൻ്റെ ഫസ്റ്റ് ഫുൾ സീസണിൽ ഒരു ട്രബിൾ അടിക്കാൻ ലെവർകൂസന് ക്സാബി അലോൺസോക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അടിക്കാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊന്നുകൂടി ജേഴ്സിൻ്റെ കാര്യം പറയാം. സൂപ്പർ ജേഴ്സിയാണ് ഇത്. തന്ന നമ്മുടെ സൽമാൻ ബ്രോക്ക് ഒന്നുകൂടി നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല കിടിലൻ ക്വാളിറ്റി ജേഴ്സിയാണ്.